നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഔസേപ്പച്ചൻ ജയിലിലേക്ക്. വഞ്ചനാക്കുറ്റത്തിനാണ് ഔസേപ്പച്ചനെ എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. തടവ് ശിക്ഷ മാത്രമല്ല, 20 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. പിഴ സമയത്തിന് അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. സിനിമാ നിർമ്മാതാവ് ഔസേപ്പച്ചൻ 2ാം പ്രതിയും ഔസേപ്പച്ചന്റെ സഹോദരൻ 1ാം പ്രതിയുമായ കേസിലാണ് വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. സാധാരണ സിവിൽ കേസുകളിൽ നഷ്ടപരിഹാര തുക വളരെ കുറച്ചു മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്നാൽ ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വളരെ കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് എന്ന് തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിധിയാണ് എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതായി പുറത്തു വന്നത്. സംഭവത്തിന്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. സിനിമാ നിർമ്മാതാവായ കിരീടം, ചെങ്കോലടക്കമുള്ള സിനിമകളിലൂടെ മലയാളികൾക്കേറെ സുപരിചിതനായ കിരീടമുണ്ണി 96-ൽ സിനിമാ നിർമ്മാതാവും അതുപോലെ കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയുമായ ഔസേപ്പച്ചനും അദ്ദേഹത്തിന്റെ സഹോദരനും ആരംഭിച്ച സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. എറണാകുളത്ത് 3 ബെഡ്റൂമോട് കൂടിയ ഒരു ഫ്ളാറ്റ് 15 ലക്ഷം രൂപയ്ക്ക് കിരീടമുണ്ണിക്ക് നൽകാമെന്നായിരുന്നു ഔസേപ്പച്ചന്റെയും സഹോദരന്റെയും നിർമ്മാണ കമ്പനിയുടെ കരാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7,50,000 രൂപ കിരീടമുണ്ണി അഡ്വാൻസായി നൽകുകയും ചെയ്തു. ഈ തുക ഈ ഔസേപ്പച്ചനും സഹോദരനും കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് ഔസേപ്പച്ചൻ കരാറിൽ പറഞ്ഞതുപോലെ സമയത്തിന് ഈ ഫ്ളാറ്റ് കിരീടമുണ്ണിക്ക് കൈമാറിയില്ല. പലതവണ ഇദ്ദേഹം ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഇവരെ സമീപിച്ചുവെങ്കിലും ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ മാറുകയാണ് ചെയ്തത്. ഒടുവിൽ 2015 വരെ ഇദ്ദേഹം ഔസേപ്പച്ചന് പിന്നിൽ കിരീടമുണ്ണി പലതവണയായി കയറിയിറങ്ങിയെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഉണ്ടായില്ല. ഒടുവിൽ വിഷയം കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, ഒടുവിൽ കോടതിയിലേക്ക് എത്തുന്നു. സിവിൽ കേസ് ആയതുകൊണ്ട് സ്വാഭാവികമായും കോടതിയായിരിക്കും അവസാനം ആശ്രയിക്കുക. അങ്ങനെ കോടതിയിൽ 2009 മുതൽ 2023 വരെ നിരന്തരം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വളരെ നിർണായകമായ ഒരു വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സാധാരണ സിവിൽ കേസുകളിൽ നഷ്ടപരിഹാരം എന്നത് അത്രത്തോളം വലിയ തുക ലഭിക്കാറില്ല. എന്നാൽ ഇവിടെ IPC 406 പ്രകാരം വളരെ മികച്ച ഒരു തുക തന്നെയാണ് നഷ്ടപരിഹാരമായി വാദിയായ കിരീടമുണ്ണിക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടത്. IPC 406 പ്രകാരം 2 പ്രതികൾക്കും 2 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് കൂടി കോടതി ഉത്തരവിട്ടു. CRPC നഷ്ടപരിഹാരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവർ ഓരോരുത്തരും 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന ഒരു ക്ലോസ് കൂടി ഈ ഉത്തരവിന്റെ ഭാഗമായി പുറത്തു വന്നതാണ്. വളരെ കൃത്യമായ ഒരു വിധിയാണ് ഇതെന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഇത്തരം വഞ്ചനാ കേസുകളിൽ ജനങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാകുന്ന വിധിയാണ്. വഞ്ചനാ കേസുകളിൽ ഇരകളാകുന്ന ആളുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരകളാകുന്ന ആളുകൾ, ഇത്തരത്തിൽ ഫ്ളാറ്റുകളും വീടുകളും വില്ലകളും ഒക്കെ നൽകാമെന്നേറ്റ് വലിയ തുക കൈപ്പറ്റിയ ശേഷം പറ്റിക്കപ്പെടുന്ന ആളുകൾ, പറ്റിപ്പ് നടത്തുന്നവർ, ഇവർക്കെല്ലാം തന്നെ ബാധകമാകുന്ന വളരെ നിർണായകമായ ഒരു ഇതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ ഇത്തരം സിവിൽ കേസുകൾ വലിയ കാലയളവിലേക്ക് നീണ്ടുപോവുകയും ഒടുവിൽ എത്ര കാലം കേസ് പറഞ്ഞാലും ഒടുവിൽ വാദിക്ക് നിസ്സാരമായ ഒരു തുക മാത്രം നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾക്ക് പുറകെ 4, 5, 6 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാൽ പോലും ഇത്തരം കേസുകൾക്ക് പുറകെ പലരും പോകാൻ മടിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം വർഷങ്ങൾ ഇതിന്റെ പുറകിലേക്ക് നടക്കണം, കോടതി ഫീസ്, വക്കീൽ ഫീസ് അടക്കമുള്ളവ നൽകണം. അത് കഴിഞ്ഞാൽ പോലും നൽകിയ തുക പോലും തിരികെ ലഭിക്കാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. അത്തരം ജഡ്ജിമെന്റുകൾ പലപ്പോഴും വരും. ആ സാഹചര്യത്തിൽ പാതി വഴിയിൽ കേസ് ഉപേക്ഷിച്ച് പോവുകയാണ് പല വാദികളും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കിരീടമുണ്ണിയുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണെന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഇത്തരക്കാർക്ക്, അതായത് ഇത്തരം വഞ്ചകർക്ക് വലിയൊരു താക്കീതാണ്. അതുമാത്രവുമല്ല, ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വിധി കൂടിയാണിത് എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സമൂഹത്തിലെ ഉന്നത സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് സമൂഹത്തിൽ ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ള അംഗീകാരം, സമൂഹത്തിലെ ഉന്നതമായ അംഗീകാരം, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെയുള്ള വലിയ കൃത്യമായ ഒരു താക്കീത് കൂടിയാണ് കോടതിയുടെ ഈ ഉത്തരവ്.
സിനിമാ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ പ്രശസ്തമായ 1-2 സിനിമകൾ നിർമ്മിച്ച ആൾ കൂടിയാണ് ഔസേപ്പ് അച്ഛൻ. ഹിറ്റ്ലർ എന്ന സിനിമ നിർമ്മിച്ചു, ഒരു അഡാർ ലവ് എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു, അങ്ങനെ നിരവധി സിനിമ നിർമ്മിച്ചു, സിനിമാ സംബന്ധിയായ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു നിർമ്മാതാവ്, ആ നിർമ്മാതാവ് സ്വന്തം പ്രശസ്തിയുടെ മറവിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നു എന്നുള്ളത് സമൂഹത്തിന് ദോഷകരമായ ഒരു കാര്യമാണ്. അത്തരം തട്ടിപ്പുകൾ നടത്തുന്നവർക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകുന്ന ഒരു വിധി കൂടിയാവുകയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഉത്തരവ്. ഇതേക്കുറിച്ച് കർമ്മ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് ഈ കേസിലെ വാദിയായ ശ്രീമാൻ കിരീടം ഉണ്ണി. അതായത് ഞാൻ 96-97 ഒരു ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഫിലിം പ്രൊഡ്യൂസറായ ഔസേപ്പ് അച്ഛൻ എന്നെ സമീപിക്കുകയും ഞാനതനുസരിച്ച് ഞാൻ എറണാകുളത്താണ് ഒരു സിനിമയുടെ വർക്കിന് എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഹോട്ടലുകളിൽ. അപ്പൊ അത് കാരണം ഒരു ഫ്ലാറ്റ് വേണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഔസേപ്പ് അച്ഛന്റെ ഫ്ലാറ്റിന് വേണ്ടി ഞാൻ പേയ്മെന്റ് കൊടുത്തത്. 7,05,000 രൂപ ഞാൻ കൊടുത്തതിന് ശേഷം പുള്ളി അതിനെക്കുറിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. 13 ലക്ഷം രൂപയ്ക്കാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ ഫ്ലാറ്റ് മുന്നോട്ട് പോകുന്നില്ല. അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അടുത്ത ഉള്ള പള്ളിക്കാർ കൊണ്ടോ കേസ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് എന്റെ ഒരു കണക്കൂട്ടലിൽ അവര് തമ്മിലുള്ള എന്തോ ഒരു ഒത്തുകളിയാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞു ഇത്രയും കാലമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു ഇതും ഇല്ലാതെ 10-25 കൊല്ലമായി ഞാൻ അതിന്റെ പുറകെ. അപ്പൊ എന്റെ മകൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിലൊക്കെ പോകേണ്ട ഇത് വന്നേ, അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിന്. അപ്പൊ ഞാൻ പോയിട്ട് പുള്ളിയുടെ കാല് പിടിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്ത് ഞാൻ തന്ന രൂപയെങ്കിലും എനിക്ക് മോളെ പഠിക്കാൻ അയക്കാനാണ്. അപ്പൊ ഒക്കെ പുള്ളിക്ക് പൈസ ഉണ്ടായിട്ട് പോലും പുള്ളി തരാതെ മാറി നടക്കുകയായിരുന്നു. ആ പുള്ളി പറഞ്ഞു എനിക്കിപ്പം അത് ഞാൻ മാത്രമല്ല വേറെ ഏതുകൊണ്ട് ഫോമാണ് നിങ്ങളുടെ ഇന്ന് കാശ് വാങ്ങിച്ചിരിക്കുന്നത് എന്തൊക്കെയോ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അപ്പം അവസാനം നിവർത്തി കേട്ട് ഞാനത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ പുറത്ത് കേസായി. അപ്പൊ അതിനു മുമ്പ് ഒരു സിവിൽ കേസ് കൊടുത്തു. അപ്പൊ സിവിൽ കേസിൽ ഇവര് ആ സ്ഥലം ഏത് പ്രോപ്പർട്ടി ആണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് തന്ന ഫ്ലാറ്റ്. എന്നിട്ട് ഈ ഫ്ലാറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവര് മറിച്ചു വിറ്റു, വേറൊരു ടീമിന് വിട്ടു. എന്നാ അപ്പൊ ആ ടീമിനെ വിൽക്കുന്നത് എന്നെ അറിയിച്ചിട്ടില്ല, വിറ്റ് കഴിഞ്ഞപ്പോ ആ പാർട്ടിയെ അറിയിച്ചിട്ടില്ല. എനിക്കിങ്ങനെ അതില് എനിക്ക് ലയബിലിറ്റി ഉണ്ട് എന്റെ ഒന്നുള്ള വിവരം അവർ അറിയിക്കാതെ, എനിക്ക് തന്ന ഫ്ലാറ്റ് ആണെന്ന് അറിയിക്കാതെ അവര് മറ്റേ പാർട്ടി ബേട്രൺ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കൊടുക്കുകയും ആ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത് കൺസ്ട്രക്ട് ചെയ്ത് എനിക്ക് അലോട്ട് ചെയ്തിരുന്ന ഫ്ലാറ്റ് വേറൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് പൈസയും ഇല്ല, ഫ്ലാറ്റും ഇല്ലാതായി. അപ്പൊ ഞാനിങ്ങനെ മോളുടെ സമയം വന്നപ്പോഴും ഞാൻ പല രീതിയിൽ പുള്ളിയെടുത്ത് ഇത് സംസാരിച്ചിട്ടും പുള്ളി അത് വളരെ അത് അങ്ങ് ഇഗ്നോർ ചെയ്തു. എന്നുവെച്ചാൽ എനിക്ക് തരേണ്ട കാര്യമില്ല എന്നുള്ള ഇതില്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ കേസ് കൊടുത്തു. ഇപ്പൊ ഇത്രയും കാലമായിട്ട് അതിന്റെ ഇത് നടക്കുകയായിരുന്നു. അവസാനം ഇന്നലെ അതിനൊരു വിധി വന്നു. ആ വിധി എന്ന് പറയുന്നത് അവർക്ക് 2 കൊല്ലം കഠിന സിമ്പിൾ ഇംപ്രസൺമെന്റും 20 ലക്ഷം രൂപ ഫൈനും. ഈ 20 ലക്ഷം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 6 മാസം തടവിൽ പാർക്കണം എന്നുള്ള രീതിയിലുള്ള വിധിന്യായം വന്നു. അതെ, ആ വിധിന്യായം ഇപ്പം നമ്മുടെ രാജസിംഹൻ ഒരുപക്ഷെ പറഞ്ഞു കാണും, അത് അപൂർവമായ ഒരു ഇതായിരുന്നു.